അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അവൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു നിമിഷം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് സാധ്യമേ അല്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവണം. നാം ചെയ്യുന്ന ജോലിയിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ കൃഷിയിൽ, മറ്റു ഏർപ്പാടുകളിലൊക്കെ എല്ലാ നിലക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. എന്നാൽ അതെല്ലാം നൽകുന്ന റബ്ബ്, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുമൊക്കെ നിർദ്ദേശിച്ച രൂപത്തിലുള്ള ജീവിതം നയിക്കുമ്പോഴാണ് റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. പല കാരണങ്ങളെ കൊണ്ട്, പല തെറ്റുകൾ ചെയ്യുന്നത് കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നമ്മെ വിദൂരമാക്കപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അവൻ്റെ ബറക്കത്തുകൾ, ഐശ്വര്യങ്ങൾ എടുത്തു കളയാറുണ്ട്. എത്ര സമ്പത്തുണ്ടായിട്ടും മാനസികമായി സ്വസ്ഥതയില്ല എങ്കിൽ, അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ ആ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാ നിലക്കും എപ്പോഴും ദുഃഖവും ദുരിതവും ടെൻഷനുമായി കഴിയേണ്ടൊരവസ്ഥ നമുക്ക് വന്നുപോകും. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പല കാരണങ്ങളുണ്ടാവാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുക, അവരെ വേദനിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക. ഒരുപക്ഷേ അത് നാം നേരിട്ടായിരിക്കാം. അഥവാ നമ്മുടെ മാതാപിതാക്കളെ അവരെ നമുക്കിഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയപ്പോൾ അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുകയും അവരെ ചീത്ത പറയുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് എങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവർ വിദൂരമാക്കപ്പെടുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നാം മനസ്സറിഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നാം ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ വേണ്ടി, നമ്മുടെ സന്തോഷങ്ങൾ അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി അവരുടെ സ്വന്തം സന്തോഷങ്ങൾ അവർ മാറ്റിവെച്ചവരാണ്. അവർ ഉറക്കമൊഴിച്ചവരാണ്. അവർ നമുക്ക് രോഗമായപ്പോൾ, നമുക്ക് വേദനിച്ചപ്പോൾ അവർ കണ്ണുനീരൊഴുക്കി കരഞ്ഞവരാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചവരാണ്. ആ മാതാപിതാക്കളെ നാം വളർന്നു വലുതായി സ്വന്തമായി ജീവിക്കാൻ ആ സ്ഥിതിയിലെത്തിയപ്പോൾ പിന്നെ അവരെ നമുക്ക് വേണ്ട, അവരെ നാം വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞല്ലോ, വലാ തഖുൽ ലഹുമാ ഉഫ്, നിൻ്റെ മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും നീ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് കാരണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, മൽഊനുൻ മൻ സബ്ബ അബാഹു മൽഊനുൻ മൻ സബ്ബ ഉമ്മഹു. അതേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണ്, ആട്ടി ഓടിക്കപ്പെട്ടവനാണ് മൻ സബ്ബ അബാഹു, ഉപ്പയെ ചീത്ത പറഞ്ഞവൻ. അതുപോലെ തന്നെ മൽഊനുൻ മൻ സബ്ബ ഉമ്മഹു, ഉമ്മയെ ചീത്ത പറഞ്ഞവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, അവൻ്റെ കാരുണ്യത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്വന്തം മാതാപിതാക്കൾ എങ്ങനെ ചീത്ത പറഞ്ഞു? അതല്ല എങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് മാതാപിതാക്കളെ ചീത്ത പറയിപ്പിച്ചു. അതെങ്ങനെ? നാം മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ചീത്ത പറയുമ്പോൾ സ്വാഭാവികമായും അവർ തിരിച്ചും നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയാൻ കാരണമാകും. സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാൻ നാം തന്നെ കാരണക്കാരായി തീർന്നു. മറ്റുള്ളവരെ കൊണ്ട് ചീത്ത പറയിപ്പിച്ചാലും ഈ പറയപ്പെട്ടതുപോലെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവൻ്റെ കാരുണ്യത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടോ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, ചീത്ത പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഖുർആൻ നമ്മോട് പറഞ്ഞത് അവർക്ക് രണ്ടാൾക്കും വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹു ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ അവരോട് കാരുണ്യം കാണിച്ച് എന്നെ പോറ്റി പരിപാലിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിക്കണമേ, ദയ കാണിക്കണമേ, അവർക്ക് വേണ്ടി അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും സിഹത്തും നൽകട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.